നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചാപ്റ്റർ 1 ക്ലാസ് 12 ഫിസിക്സിലെ NCERT ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ഭാഗത്തിലെ 1.12 അതായത് ഡൈപോൾ ഇൻ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ടോപ്പിക്കാണ് കാണേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട പദങ്ങളായിരുന്നു. എന്താണ് ഒരു ഡൈപോൾ എന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പരിചയപ്പെട്ടിരുന്നു. ഒരു ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതെന്താണ് സംഭവിക്കുക, അതിൻ്റെ ആക്സിയൽ ലൈൻ, ഇക്വിറ്റോറിയൽ ലൈൻ, അതിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഇതൊക്കെ നമ്മൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ഡൈപോളിനെ വെക്കുകയാണ്. പ്രത്യേകത, ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഈ വയ്ക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ 1.11 കണ്ടിരുന്നു പോളാർ, നോൺ പോളാർ എന്നുള്ള പദങ്ങളെല്ലാം. അപ്പോൾ ഒരു ഡൈപോളിനെ നമുക്ക് പോളറൈസ് ചെയ്യാം, പോളറൈസ് ചെയ്യാതെ ഇരിക്കാം. അപ്പോൾ അതിനെന്തൊക്കെയാണ്, എപ്പോഴാണ് നമ്മൾ പോളറൈസ്ഡ് ആവുക, അപ്പോൾ ഇതെല്ലാം വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽഡായിട്ട് NCERT നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ലിങ്ക് അതിലുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡീറ്റെയിലായിട്ട് നമ്മൾ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ വെച്ചാൽ എന്താണ് ഡൈപോളിൽ സംഭവിക്കുക, അതാണ് നമ്മുടെ വിഷയം. നോക്കാം. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് യൂണിഫോം, ഒരുപോലെ. ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈക്വലി സ്പേസ്ഡ് പാരലൽ ലൈൻസ്, അതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഒരേ നീളമായിരിക്കണം, അതുപോലെ തന്നെ ഒരേ ഡയറക്ഷനുമായിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണെന്ന് സങ്കല്പിക്കുക. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലെറ്റർ E ആണ്. ഈ ബാർ അതിൻ്റെ ഡയറക്ഷനും ഈ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോളിനെ വെക്കുകയാണ്. വയ്ക്കാം. അപ്പോൾ ഒരു ഡൈപോളിനെ വെക്കുന്നു. ഒരു ഡൈപോള് -q, അതിൻ്റെ മറ്റ് ചാർജ് +q. നമുക്കറിയാം തുല്യവും വിപരീതവുമായിട്ടുള്ളൊരു ചാർജസാണ് വെക്കേണ്ടത്. ഇനി ഡൈപോൾ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഡൈപോൾ മൊമെൻറ്റ്. എന്താണ് ഡൈപോൾ മൊമെൻറ്റ്? ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് -q to +q ആണ്. അപ്പം ഇതാണ് നമ്മുടെ -q, ഇതാണ് നമ്മുടെ +q. അപ്പോൾ അതുകൊണ്ട് തന്നെ -q to +q. അപ്പോൾ ഈ പറയുന്ന ഡയറക്ഷനാണ് വെക്റ്റർ P ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൈപോൾ മൊമെൻറ്റ് വിശദമായി പഠിച്ചിട്ടുണ്ട്. P bar is defined as q into 2a p cap. ഇത് മാഗ്നിറ്റ്യൂഡ്, ഇത് ഡയറക്ഷൻ. ഈ പി ക്യാപ്പിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ പറഞ്ഞത്. പി ക്യാപ്പിൻ്റെ ഡയറക്ഷൻ അഥവാ വെക്റ്റർ P, ഈ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഫ്രം -q to +q, ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ രണ്ട് ഡയറക്ഷൻ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നേരെ വെർട്ടിക്കലി അപ്പ്, അതുപോലെ തന്നെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ. ഇനി നോക്കാം. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഈ പറയുന്ന ഇത് Pയുടെ ഡയറക്ഷനാണെന്ന് പറഞ്ഞു, ഇത് Eയുടെ ഡയറക്ഷനാണ്. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ആംഗിളാണ് ഈ കാണിച്ചിരിക്കുന്ന ആംഗിൾ. ഈ ആംഗിൾ തീറ്റ, P to E. Pയുടെ ഡയറക്ഷൻ ഇതാണ്, Eയുടെ ഡയറക്ഷൻ ഇതാണ്. P മുതൽ E വരെ ആംഗിൾ തീറ്റ. അപ്പോൾ ഒരു ഇൻക്ലിനേഷനിലാണ് ഈ ഡൈപോൾ വെച്ചിരിക്കുന്നത്. ഇനിയും നമുക്കറിയാം, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചാർജ് വന്നു കഴിഞ്ഞാൽ, ആ ചാർജിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ എന്താണ്? E = F/Q.
അത് പ്രകാരം എഫിൻ്റെ വാല്യൂ എന്ത് വരും? ഇ ഇൻറ്റു ക്യൂ. അപ്പോൾ ഫോഴ്സ് ഓൺ എ ചാർജ് ക്യൂ പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു എഫ് ഇ ക്യൂ. അപ്പോൾ ഇവിടെ രണ്ട് ചാർജസ്, ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അറ്റ് എ സ്മോൾ സെപ്പറേഷൻ. ആ സെപ്പറേഷന് പറയുന്ന പേരാണ് 2a. അപ്പോൾ ഇത് മുതൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള അകലമാണ് നമ്മുടെ 2a എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ദൂരം 2a. അപ്പോൾ ഓരോ ചാർജിന് മുകളിലും, മൈനസ് ക്യൂൻ്റെ ചാർജിൻ്റെ മുകളിലും പ്ലസ് ക്യൂൻ്റെ ചാർജിൻ്റെ മുകളിലും എത്ര ഫോഴ്സ് വീതമുണ്ടാവും? ഇ ക്യൂ അഥവാ ക്യൂ ഇ, രണ്ട് രീതിയിലും പറയാം. അത്രയും ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഡയറക്ഷൻ, മൈനസ് ക്യൂൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡാണ് മൈനസ് ക്യൂ ഇ. പ്ലസ് ചാർജിൻ്റെ ഡയറക്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് പ്ലസ് ക്യൂ ഇ. പ്ലസ് ക്യൂ ഇ. അപ്പോൾ ഈ ഡൈപോളിൻ്റെ മുകളിൽ രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഒന്ന് മൈനസ് ക്യൂ ഇ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വിപരീത ഡയറക്ഷനിലും പ്ലസ് ക്യൂ ഇ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് യൂണിഫോം, ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയാണേലും എല്ലാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മൂല്യം ഒന്ന് തന്നെയാണ്, ചാർജസും സെയിം ആണ്. അപ്പോൾ ഇതിപ്പോൾ -5 ന്യൂട്ടനാണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് +5 ന്യൂട്ടനാണ് കിട്ടുക. അങ്ങനെയെങ്കിൽ നമ്മുടെ എഫ് നെറ്റ് വാല്യൂ എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? മൈനസ് ക്യൂ ഇ പ്ലസ് ക്യൂ ഇ, രണ്ടും സെയിം ആണ്. അപ്പോൾ ആ വാല്യൂ എന്ത് വരും? 0. നെറ്റ് ഫോഴ്സ് എന്ത് വരും? എഫ് നെറ്റ് ഈക്വൽ ടു 0. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡൈപോൾ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൻ്റെ നെറ്റ് ഫോഴ്സ് എത്ര? ആൻസർ ഈസ് 0. എപ്പോഴും അത് 0 ആയിരിക്കും. ഇനി അടുത്തൊരു പോർഷൻ, നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്, ഈ ഡൈപോളിൻ്റെ മുകളിൽ രണ്ട് ഫോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഫോഴ്സസ് മാത്രം ഒന്ന് എടുത്ത് വരച്ച് കാണിച്ചു തരാം. അതായത് നമ്മുടെ പ്ലസ് ക്യൂ, പ്ലസ് ക്യൂ ഇവിടെയുണ്ട്, ഇത് മൈനസ് ക്യൂ ആണ്. ഇവർ തമ്മിലുള്ള അകലമാണ് ഞാൻ പറഞ്ഞത് 2a. ഇത്തരം ഫോഴ്സ്, ഇതിൻ്റെ മുകളിലുള്ള ഒരു ഫോഴ്സ് മൈനസ് ക്യൂ ഇ ഇങ്ങോട്ട്, പ്ലസ് ക്യൂ ഇ ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഫോഴ്സസ് പാരലൽ എന്ന് പറഞ്ഞാൽ ഇതിന് പാരലാണിത്, പക്ഷേ ആൻറ്റി പാരലൽ എന്ന് പറയും. ഒന്ന് താഴോട്ട് മറ്റത് മുകളിലോട്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഫോഴ്സസ് വരികയും ഇവർ തമ്മിൽ ഒരു പെർപെൻഡിക്കുലർ ദൂരം ഉണ്ടായിരിക്കുകയും ചെയ്താൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആൻറ്റി പാരലായിട്ട് വരികയും അവരുടെ ഇടയിൽ ഒരു പെർപെൻഡിക്കുലർ, അതായത് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയും. ഇതിൻ്റെ ഡയറക്ഷൻ അതാണ് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഇതിൻ്റെ ഡയറക്ഷൻ അതാണ് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഇത് തമ്മിൽ പാരലലാണ്. ഇവരുടെ ഇടയിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഉണ്ട്. എങ്കിൽ ഇത്തരം ഫോഴ്സസ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ടോർക്ക്. ടോ എന്നുള്ള റെപ്രസെൻറ്റേഷനാണ്. ടോർക്ക് കിട്ടാൻ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇൻറ്റു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ടോർക്ക് ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. വിശദമായി ടോർക്ക് എന്നുള്ള കൺസെപ്റ്റ് ക്ലാസ് 11 ഫിസിക്സ് ചാപ്റ്റർ 7 റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്താണ് ടോർക്ക് എന്ന് മനസ്സിലാവും. ഓക്കെ, അത് ഇവിടെ നമുക്ക് ടോർക്ക് കണക്കാക്കണം. ഫോഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചു. ഇനി നമുക്കൊരു എക്സും കൂടെ കാണേണ്ടതുണ്ട്. എക്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇത് ഒരു ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ ബാക്കോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഈ മൈനസ് ക്യൂ ഇ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. മൈനസ് ക്യൂ ഇ താഴോട്ട്. ഇനി പ്ലസ് ക്യൂ ഇ നേരെ മുകളിലോട്ട്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ വെർട്ടിക്കലി അപ്പാണ്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ മുകളിലോട്ടാണ്. പിയുടെ ഡയറക്ഷൻ ഇതാ ഇങ്ങനെയാണ്. ഇതാണ് പിയുടെ ഡയറക്ഷൻ, മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. ഇത് മൈനസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ. അപ്പം നമുക്കറിയാം ആംഗിൾ ഇതാ പി ടു ഇ, പിയുടെ ഡയറക്ഷനും ഇയുടെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പം നമുക്ക് കാണേണ്ടത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഈ ലൈൻ ഓഫ് ഫോഴ്സ്
മൈനസ് ക്യൂയുടെ ലൈൻ ഓഫ് ഫോഴ്സും പ്ലസ് ക്യൂയുടെ ലൈൻ ഓഫ് ഫോഴ്സും തമ്മിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. അപ്പോൾ ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഈ എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യാം. ഒരു പൊസിഷൻ എ സി ബി. എ ബി ഡൈപ്പോളും എ സി ആണ് നമ്മളെ ഡിസ്റ്റൻസും. അപ്പോൾ നമുക്ക് എ സി എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടണം, എക്സ് കിട്ടണം. അതിനുവേണ്ടി നമ്മുടെ ആംഗിൾ ഇത് തീറ്റയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതും തീറ്റയാണ്. ഈ പറയുന്ന എല്ലാ കാരണം എല്ലാം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ അതെല്ലാം തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ഇത് തീറ്റ, ഇത് തീറ്റ. അപ്പോൾ നോക്കൂ, ഈ ആംഗിൾ ഇതാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ഈ തീറ്റ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? തീറ്റ, ഈ ഫിഗറിൽ നിന്ന് സൈൻ ഓഫ് തീറ്റ എടുക്കുക. എന്താണ് സൈൻ ഓഫ് തീറ്റ? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്താ? എക്സ് ആണ്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ഈ ദൂരം. ഇത് നമുക്ക് 2a ആണ്. ഡൈപോളിൻ്റെ മൊത്തം ലെങ്ത് 2a ആണ്. ബൈ 2a കിട്ടിയില്ലേ? അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എ സി ബൈ 2a. എക്സ് എന്ന് പറയുന്നത് 2a സൈൻ തീറ്റ, ഓർ എ സി ഈസ് ഈക്വൽ ടു 2a സൈൻ തീറ്റ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ടോർക്കാണ്. ടോർക്ക് എങ്ങനെ കിട്ടും? ടോർക്ക് ഈക്വൽ ടു എഫ് ഇൻറ്റു എക്സ്. എഫ് എത്രയാ? 2 ആണല്ലോ. എഫിൻ്റെ വാല്യൂ ബോത്ത് ക്യു ഇ ആൻഡ് മൈനസ് ക്യൂ, രണ്ടിൽ എനി ഓഫ് ദ ഫോഴ്സ് ആണ്. ക്യു ഇ ഇൻറ്റു എക്സ് 2a സൈൻ തീറ്റ എൻ ക്യാപ്. അപ്പോൾ ഇതിന് നമുക്ക് ഈ ക്യു ഇ 2a, ഇതിൽ 2a ഇൻറ്റു ക്യൂ നമുക്ക് നേരത്തെ അറിയാം. 2a ഇൻറ്റു ക്യൂന് നമ്മൾ പി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പി ഇ സൈൻ തീറ്റ. പി ഇ സൈൻ തീറ്റ. എൻ ക്യാപ് ആസ് യൂഷ്വലി എൻ ക്യാപ്. ഇനി അപ്പോൾ നമുക്കിത് വെക്റ്റർ ഫോമിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? ടോർക്ക് ഈക്വൽ ടു പി ക്രോസ് ഇ. പി ക്രോസ് ഇ. എ ക്രോസ് ബി ഈസ് എ ബി സൈൻ തീറ്റ എൻ ക്യാപ്. അപ്പോൾ പി ക്രോസ് ഇ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെക്റ്റർ എ, വേറൊരു വെക്റ്റർ ബി. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകിൽ എനെ എയിൽ നിന്ന് ബിയിലേക്കും തിരിക്കാം, ബിയിൽ നിന്ന് എയിലേക്കും തിരിക്കാം. അപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പം എ ക്രോസ് ബി, തിരിച്ച് തിരിക്കുമ്പം ബി ക്രോസ് എ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എയുടെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ബിയുടെ ഡയറക്ഷൻ. അപ്പോൾ പിയിൽ നിന്ന് പിയുടെ ഡയറക്ഷനിൽ നിന്ന് ഇയുടെ ഡയറക്ഷനിലേക്ക് തിരിക്കുക. അപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് പി ടു ഇ ഇങ്ങനെ തിരിക്കുക. അപ്പോൾ നമ്മുടെ തമ്പ് എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ് ആണ്. ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ഇത് ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ എ ടു ബി, എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ടു ബി തിരിക്കുക, ബി ക്രോസ് എന്ന് പറഞ്ഞാൽ തിരിച്ച്. അപ്പോൾ എൻ്റെ കൈ തിരിച്ച് തിരിക്കുമ്പോൾ ഉള്ളിലേക്കും പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ കിട്ടാനായിട്ട് സാധിക്കും. ഒരു യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ചാൽ അത് തിരിയുമെന്ന് പഠിച്ചു. അപ്പോൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ടോർക്കിൻ്റെ വാല്യൂ പി ക്രോസ് ഇ ആൻഡ് എഫ് നെറ്റ്. ടോർക്ക് വെക്റ്ററാണ്. എഫ് നെറ്റ് ഈക്വൽ ടു 0. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ പഠിച്ച വിവരം. ഇപ്പം ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഫൈനൽ കൺസെപ്റ്റ് ഇതാണ്. ഇനി നമ്മളൊരല്പം കൂടെ പറയട്ടെ. ഒരു ചെറിയ കാര്യം കൂടെ പ്രധാനപ്പെട്ടതാണ്. അതായത് ടോർക്കിൻ്റെ വെക്റ്റർ ഫോമാണിതെന്ന് പറഞ്ഞു. നമ്മളത് സ്കേലാർ, അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ടോർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് മോഡ് പി മോഡ് ഇ സൈൻ തീറ്റ എൻ ക്യാപ്. അതിൽ നമുക്കിതിനെ വീണ്ടും മോഡ് എടുത്തു കഴിഞ്ഞാൽ പി ഇ സൈൻ തീറ്റ, ഇത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എൻ ക്യാപ് അതിൻ്റെ ഡയറക്ഷൻ. ആ എൻ ക്യാപ്പാണ് നമ്മൾ തൊട്ട് നേരത്തെ പി ടു ഇ തിരിക്കുമ്പോൾ തമ്പ് പുറത്തേക്ക്, എൻ ക്യാപ് ഔട്ട്വേർഡ് ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്ന് പറഞ്ഞു. ഇനി ഇവിടുത്തെ കേസ് 1 എടുക്കുക. ഫസ്റ്റ് കേസ്, സപ്പോസ് കേസ് 1, കേസ് തീറ്റ ഈക്വൽ ടു 0. എന്താ കേസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ? ഇതാണ് തീറ്റ. പിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്. തീറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ?
ഇങ്ങനെ ഇരിക്കുന്ന ഡൈപോൾ, ഇപ്പം ഇതിങ്ങനെ ഇരിക്കുന്ന ഡൈപോളിനെ ഇതാ ഇങ്ങനെയാണ് വെച്ചതെന്ന് വിചാരിക്കുക. അപ്പം എന്ത് സംഭവിക്കും? തീറ്റയുടെ വാല്യൂ 0, സൈൻ 0 ഈക്വൽ ടു 0. അപ്പം ഇവിടെ സൈൻ 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? ടോർക്ക് ഈസ് ഈക്വൽ ടു 0. പക്ഷെ ഓൾറെഡി നമുക്ക് എഫ് നെറ്റ് 0 ആണെന്ന് അറിയാം. എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു 0. എന്ത് കേസിലാണെങ്കിലും നെറ്റ് ഫോഴ്സ് 0 ആണ്. കാരണം പ്ലസ് ക്യു ഇ പ്ലസ് മൈനസ് ക്യു ഇ ഗോസ് ടു 0. അപ്പം ടോർക്ക് 0, എഫ് നെറ്റ് 0 എന്ന് പറയുന്നതിന് ഇക്വിലിബ്രിയം എന്ന് പറയും. എന്തായാലും പറയുക? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. ഓക്കെ, അടുത്ത കേസ് 2. വെൻ കേസ് 2 നോക്കാം. കേസ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. എന്താ 180 ഡിഗ്രി? ഇപ്പോൾ നോക്കൂ, ഇതാണ് മൈനസ് ക്യൂ, ഇതാണ് പ്ലസ് ക്യൂ, ഇങ്ങോട്ടാണ് പിയുടെ ഡയറക്ഷൻ. ഇനി നേരെ തിരിച്ച് ഈ ഡൈപോൾ തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ പ്ലസ് ക്യൂ ഇവിടെയും വരും, ഈ മൈനസ് ക്യൂ അവിടെയും വരും എന്ന് വിചാരിക്കുക. അപ്പോൾ പി ബാറിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതാണ് പി ബാർ ഇപ്പോഴെങ്കിൽ, ഇത് തിരിഞ്ഞു വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്ര വരും? 180 ഡിഗ്രി വരും. 180 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇപ്പം ഇരിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞു, തീറ്റ 0 ആണെങ്കിൽ ഇതിങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങനെ വരും. അപ്പോൾ പി ആൻഡ് ഇ ഇൻ ദ സെയിം ഡയറക്ഷൻ, അതാണ് തീറ്റ 0. ഇനി പി നേരെ തിരിച്ച് റിവേഴ്സിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, പി മുകളിലോട്ടും ഈ താഴോട്ടുമാണ് എങ്കിൽ തീറ്റ കംസ് ആസ് 180 ഡിഗ്രി. സോ തീറ്റ ഈക്വൽ ടു 0 എന്നുള്ള കേസ് നമുക്ക് മനസ്സിലായി. അടുത്തത് തീറ്റ ഈക്വൽ ടു 180 എന്നുള്ള കേസ് നോക്കാം. അപ്പം തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താ? പിയുടെ ഡയറക്ഷൻ ഇയുടെ ഡയറക്ഷൻ രണ്ടും പാരലൽ ആയിരിക്കും. പിയും ഇയും പാരലായിട്ട് വരുന്നതിനാണ് നമ്മൾ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. തീറ്റ ഈക്വൽ ടു 180 എന്ന് പറയുന്നത് പാരലൽ അല്ല, ആൻറ്റി പാരലൽ. എന്താ ആൻറ്റി പാരലൽ എന്ന് പറഞ്ഞാൽ? അതായത് ഇങ്ങനെ ഇരിക്കുന്നത് മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ എന്നുള്ള ഡയറക്ഷനാണ്. അത് ഈ ഡയറക്ഷനിൽ വരുമ്പോൾ തീറ്റ 0. ആൻറ്റി പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും ഇങ്ങനെ പാരലൽ എന്ന് പറഞ്ഞാൽ ഇത്, ആൻറ്റി പാരലൽ എന്ന് പറഞ്ഞാൽ അത് ഒന്നും കൂടെ തിരിക്കുക. അപ്പോൾ ഈ പ്ലസ് ക്യൂ ഇവിടെയും മൈനസ് ക്യൂ ഇവിടെയാണ് ഇപ്പോൾ വന്നിരുന്നത്. അതൊന്നും കൂടെ തിരിക്കുക എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യൂ അടിയിലും വരും, മൈനസ് ക്യൂ മുകളിലും വരും. അതാണ് മൈനസ്, അതായത് പിയുടെ ഡയറക്ഷൻ നേരെ താഴോട്ടും ഇയുടെ ഡയറക്ഷൻ നേരെ മുകളിലോട്ടും വരുന്നതിനാണ് നമ്മൾ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയുക. അപ്പോൾ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി വന്നാലും സൈൻ തീറ്റയുടെ വാല്യൂ എന്ത് തന്നെയാണ്? 0 ആണ്. അപ്പോൾ ടോർക്ക് എന്ത് വരും? ടോർക്ക് ഈക്വൽ ടു പി ബാർ ഇ ബാർ സൈൻ തീറ്റ 180 എൻ ക്യാപ്പ് ആണ്. അപ്പോൾ ഇതിൻ്റെ മോഡ് വാല്യൂ, ഇതിൻ്റെ മോഡ് വാല്യൂ, ഇത് പക്ഷേ 0 ആയിപ്പോയി. അപ്പോൾ ടോർക്ക് എന്ത് തന്നെയാണ്? ടോർക്ക് ഈക്വൽ ടു നെറ്റ് ടോർക്ക് ഈക്വൽ ടു 0. അതുപോലെ തന്നെ എഫ് നെറ്റും എന്ത് തന്നെയാണ്? 0. അപ്പോൾ ഇവിടെ വീണ്ടും ഈ രണ്ട് വാല്യൂസും 0 ആണ്. ഇതും ഇക്വിലിബ്രിയം. പക്ഷേ ഇവിടെ ഒരു ചെറിയ വേർഡ് ഉണ്ട്, ഇവിടെയും ഒരു ചെറിയ വേർഡ് ഉണ്ട്. ഇതിന് പറയും സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഇതിന് പറയും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. രണ്ടും ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ ടോർക്ക് 0, എഫ് നെറ്റ് 0 എന്നാണ്. ഇതും നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് സ്റ്റേബിൾ, ഇത് അൺസ്റ്റേബിൾ. അതെന്താ വ്യത്യാസം? സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇരിക്കുകയാണ്, ആ ഇരിക്കുന്ന നമ്മളോട് കുറച്ച് നേരം ക്ലാസ്സിൽ നിൽക്കാൻ പറഞ്ഞു, നമ്മൾ അൺസ്റ്റേബിളായി, നമുക്ക് ഇരിക്കണം എന്നാണ് ഇഷ്ടം. ഇനിയും പറയാം കിടന്നോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി. അതാണ് മോസ്റ്റ് സ്റ്റേബിൾ. മറ്റേതൊക്കെ സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റേബിളാണ്, പക്ഷെ നമുക്കൊരു ഇരിക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ ഇരിക്കില്ലേ? കാരണം കൂടുതൽ നേരം നിൽക്കാൻ വയ്യ, കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കിടക്കണം എന്നില്ലേ എന്ന് പറഞ്ഞ പോലെ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ സൈൻ തീറ്റ 0, സൈൻ 0 is 0. എന്തുകൊണ്ടെന്നാൽ ഇത് ടേൺ ചെയ്യുമെന്ന് പറഞ്ഞുല്ലോ, ടോർക്ക് ഉള്ളതുകൊണ്ട് ടേൺ ചെയ്യുമല്ലോ. അപ്പം ടേൺ ചെയ്യുമ്പോൾ അതിന് വന്ന് നിൽക്കാനുള്ള ഡയറക്ഷൻ ഇതാണ്.
താല്പര്യമുള്ള ഡയറക്ഷൻ ഇതാണ്, സ്റ്റേബിളാണ്. ഇനി ഞാനതൊന്നും കൂടെ അതിനെ കറക്കി തിരിച്ച് 180 ഡിഗ്രി ആക്കിയാലും അതിനിഷ്ടം ഈ സ്റ്റേറ്റിലേക്ക് വരാനാണ്. അതായത് എപ്പോഴും ഡൈപോൾ ഇത് -q ഇത് +q ആണ് എങ്കിൽ ഡൈപോളിന് ഇരിക്കാൻ ഇങ്ങനെയാണ് ഇഷ്ടം, പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ ഇരിക്കാനാണ് ഡൈപോളിന് ഇഷ്ടം. തിരിച്ച് ഞാൻ ഒന്നും കൂടെ തിരിച്ചതിനെ 180 ആക്കി വെച്ചാൽ അതിനിഷ്ടം ഈ ഡയറക്ഷനിലേക്ക് വരാനാണ്. അപ്പം അതുകൊണ്ട് ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നും പറയും, ഇതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നും പറയും. കിട്ടിയോ? തീറ്റ ഈക്വൽ ടു 0 സ്റ്റേബിൾ ഇക്വിലിബ്രിയം, തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. പ്ലാസ്റ്റിക് കോം rubbed with dry hair attracts small bits of paper. ഇത് ഈ സെക്ഷനിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ NCERT ടോപ്പിക്കിൻ്റെ ലാസ്റ്റിലേക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നോൺ യൂണിഫോം ഫീൽഡിൽ, അതായത് നമ്മൾ കണ്ടത് ഒരു ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഫോഴ്സും 0 ആണ്, ടോർക്കും 0 ആവുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ടോർക്ക് 0 ആവുന്ന 2 കേസിലാണ്, θ0 θ180. ഇവിടെ വരുന്നത് ഡൈപോൾ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത്, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷനാണിത്. അപ്പം അതെന്താണെന്ന് നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. അതായത് ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമുക്കറിയാം, യൂണിഫോം ആണെങ്കിൽ എഫ് നെറ്റ് എന്തുകൊണ്ടാണ് 0 ആയത്? എഫ് ഇസ് ഈക്വൽ ടു +QE -QE. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നെറ്റ് ഫോഴ്സ് എന്തായിട്ട് മാറുക? 0 ആയിട്ട് മാറുക. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഇയുടെ വാല്യൂം സെയിം അല്ല. ഈ ഫീൽഡ്, അതായത് നമ്മൾ പാരലൽ ആയിട്ടുള്ള ലൈൻസാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കാണിച്ചതെങ്കിൽ നോൺ യൂണിഫോം ലൈൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് പാരലൽ അല്ല, അത് സെപ്പറേറ്റഡ് ആവാം, ചില സ്ഥലത്ത് ചേർന്നതാവാം, ചില സ്ഥലത്ത് അകന്ന് നിൽക്കുകയായിരിക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ അല്ല ഇവിടെ ഉള്ളതല്ല ഇവിടെ, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എഫ് എന്ന് പറയുന്നത്, എഫ് നെറ്റ് എന്ന് പറയുന്നത് ഈ കേസിൽ എഫ് നെറ്റ് നോട്ട് ഈക്വൽ ടു 0. അതിന് നമ്മൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. അപ്പോൾ ഈ കോമ്പിന് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അതാണ്. ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് കോമ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്ലാസ്റ്റിക് കോംബ് ഗെറ്റ്സ് നെഗറ്റീവ്ലി ചാർജ്. എങ്ങനെ? നമ്മൾ കോമ്പ് ഉപയോഗിച്ച് ഡ്രൈ ഹെയർ ബ്രഷ് ചെയ്യാണ്. ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മുടിയിൽ നിന്ന് ഇലക്ട്രോൺസ് കോമ്പിലേക്ക് പോകും. അപ്പോൾ കോമ്പ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. കോമ്പിൻ്റെ ഷേപ്പ് വെറുതെ നമ്മളൊന്ന് വരച്ചാൽ, നമുക്കൊരു കോമ്പൊന്ന് വരച്ച് നോക്കിയാൽ എങ്ങനെ വരും? ഏറെക്കുറെ ഇങ്ങനെ വരും. ഇതൊരു കോമ്പിൻ്റെ രൂപമാണ്. ഈ കോമ്പിന് കിട്ടുക നെഗറ്റീവ്ലി ചാർജാണ്. ഓരോ കോമ്പിനും കിട്ടുന്നത് നെഗറ്റീവ് ചാർജാണ്. കാരണം നമ്മുടെ ഡ്രൈ ഹെയറിൽ നിന്ന് ഇലക്ട്രോൺസ് കോമ്പിലേക്ക് പോയി. അപ്പോൾ കോമ്പ് നെഗറ്റീവ്ലി ചാർജായി. പക്ഷേ ഈ കോമ്പിൻ്റെ അഗ്രം ശ്രദ്ധിച്ച് നോക്കിയേ, പോയിൻറ്റഡ് ആണ്. ഈ അറ്റമൊക്കെ പോയിൻറ്റഡ് എഡ്ജസ് ആണ്. പോയിൻറ്റഡ് എഡ്ജസിൻ്റെ ആക്ഷൻ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞൊരു തത്വം തന്നെ ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റിയിലുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ ലെസൺ ഇലക്ട്രോസ്റ്റാറ്റിക്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫ്രിക്ഷൻ കാരണം ചാർജസ് ട്രാൻസ്ഫർ ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും, അതായത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുമ്പം പോസിറ്റീവ്ലി ചാർജും നെഗറ്റീവ്ലി ചാർജും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതേ പ്രകാരമാണ് ഇതിന് നെഗറ്റീവ് ചാർജസ് ലഭിക്കുന്നത്. പക്ഷേ ഈ ചാർജസിൻ്റെ ഇത് നെഗറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻടു ആണ്. ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെഗറ്റീവിൻ്റെ ഉള്ളിലേക്കും പോസിറ്റീവിൽ നിന്ന് പുറത്തേക്കും വരിക. അപ്പോൾ ഇതൊരു വസ്തുവിനെ, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു വസ്തു, ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ ബിറ്റ്സ് ഓഫ് പേപ്പർ കൊണ്ടിടുകയാണ്. ചെറിയ ചെറിയ ബിറ്റ്സ് ഓഫ് പേപ്പർ കൊണ്ടിടുക ചെയ്യുന്നത്. ഈ ചെറിയ ചെറിയ ബിറ്റ്സ് ഓഫ് പേപ്പർ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ കൂർത്ത സ്ഥലത്തേക്ക് അട്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ലൈൻസ് ഒന്നും പാരലൽ അല്ല. ഈ ലൈൻസ് ഒന്നും പാരലൽ അല്ല എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അതാണ് പ്രത്യേകത. അപ്പോൾ ഇവിടെ കിടക്കുന്ന ബിറ്റ്സ് ഓഫ് പേപ്പർ, ആദ്യം ഈ ബിറ്റ്സ് ഓഫ് പേപ്പർ ഒക്കെ ന്യൂട്രൽ ആയിരുന്നു.
അതിൻ്റെ പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോളാർ ആൻഡ് നോൺ പോളാർ ഡൈപോൾസ്. അപ്പോൾ പോസിറ്റീവ് സെൻറ്ററും നെഗറ്റീവ് സെൻറ്ററും ചേർന്ന് ഒന്നിൻ്റെ മുകളിൽ കോയിൻസൈഡ് ചെയ്ത് വന്നാൽ അതിൻ്റെ ഇടയിൽ സെപ്പറേഷൻ ഇല്ല, നോൺ പോളറൈസ്ഡ് ആണ്. 2a0 ആകുമ്പോൾ ഡൈപോൾ മൊമെൻറ്റ് 0. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോംബ് ഇൻഡ്യൂസസ് പോളറൈസേഷൻ ഇൻ ദ പേപ്പർ പീസസ്. ഇതാണ് നമ്മുടെ പേപ്പർ പീസസ്. അപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പർ പീസ് നമ്മൾ എടുത്തു എന്ന് വെച്ചോ, ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്റർ ഇരിക്കുന്നതും നെഗറ്റീവ് സെൻറ്റർ ഇരിക്കുന്നതും ഒരേ സ്ഥലത്താണെങ്കിൽ 2a0 നോൺ പോളറൈസ്ഡ്. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വസ്തു ഇരിക്കുമ്പോൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ വിശദമായി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ്ലി ചാർജ് വസ്തു ഇരിക്കുമ്പോൾ ഈ പേപ്പർ പീസിന്, ഇതൊരു പേപ്പർ പീസ് ഇവിടെ വന്നു കഴിയുമ്പോൾ ആ പേപ്പർ പീസിൻ്റെ ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വശം ഇതിൻ്റെ അടുത്തോട്ടും നെഗറ്റീവ് അകലെയുമായിട്ട് പോളറൈസ് ചെയ്യും. അത് ഈ കോമ്പ് ചെയ്യുന്ന പണിയാണ്, നെഗറ്റീവ്ലി ചാർജ് കോമ്പ് ചെയ്യുന്ന പണിയാണ് ഈ ബിറ്റ്സ് ഓഫ് പേപ്പറിനെ പോളറൈസ് ചെയ്യുക. പോളറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇതിനകത്തെ പ്ലസിനെയും മൈനസിനെയും വിടർത്തുക, മാറ്റുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സെപ്പറേഷൻ വരും. അപ്പോൾ ഇത് ഡൈപോളായിട്ട് മാറും. ആദ്യം അത് ബിറ്റ്സ് ഓഫ് പേപ്പർ ആയിരുന്നു. അപ്പോൾ ഈ കോമ്പ് അതിനെ പോളറൈസ് ചെയ്ത് ഡൈപോളാക്കി. അപ്പോൾ ഈ ഡൈപോൾ ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. അതാണ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ്സ് ബോത്ത് ഇ ആൻഡ് എഫ്. ഇ അല്ല, സോറി, ടോർക്ക്. വെരി സോറി, ബോത്ത് ടോർക്കാണ്, ടോർക്കാണ്, ഇ അല്ല. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ്സ് ബോത്ത് ടോർക്ക് ആൻഡ് ഫോഴ്സ്. ടോർക്കും ഉണ്ടാക്കും, ഫോഴ്സും ഉണ്ടാക്കും. ടോർക്ക് കാരണമാണ് ഇതിങ്ങനെ, ഇത് ഇരിക്കുന്ന പേപ്പർ യഥാർത്ഥത്തിൽ ടോർക്ക് നെറ്റ് എഫ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എഫ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫിൻ്റെ ജോലി ലീനിയർ മോഷനാണ്. എഫ് ടോർക്കിൻ്റെ ജോലി റൊട്ടേഷണൽ മോഷനാണ്. രണ്ട് പർപ്പസാണ്. എഫ് ലീനിയർ മോഷൻ, ഇങ്ങനെയുള്ള മോഷനാണെങ്കിൽ ടോർക്ക് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ ഈ ബിറ്റ്സ് ഓഫ് പേപ്പർ ഒരല്പം ഇങ്ങനെ തിരിഞ്ഞ് ഇതിലേക്ക് കയറി അട്രാക്റ്റ് ചെയ്യും. കാരണം ടോർക്ക് 0 ആവും. എപ്പോഴാണ് ടോർക്ക് 0 ആവുക? ടോർക്ക് 0 എന്ന രണ്ട് കേസ് നമ്മൾ കണ്ടുല്ലോ. തീറ്റയും പിയും ഇയും പാരലൽ ആവുക, പിയും ഇയും ആൻറ്റി പാരലൽ ആവുക. ഈ രണ്ട് കേസിൽ തീറ്റ 0, തീറ്റ 180. രണ്ട് കേസിലും ടോർക്ക് ഗോസ് ടു 0. പക്ഷെ ടോർക്ക് 0 ആയാലും എന്ത് 0 അല്ല, ഇവിടെ നെറ്റ് ഫോഴ്സ് 0 അല്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു ടേണിങ് ഒരല്പം കഴിയുമ്പോൾ നിന്നിട്ട് അത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ലീനിയറായിട്ട് പറ്റിപ്പിടിക്കും. അപ്പോൾ സത്യത്തിൽ കുറച്ച് ബിറ്റ്സ് ഓഫ് പേപ്പർ ഇവിടെ നമ്മൾ പരതി ഇടുകയാണെങ്കിൽ അത് പതുക്കനെ ഒന്ന് പാറി തിരിഞ്ഞ് അതിലേക്ക് ഒട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഭംഗിയായിട്ടത് പറന്ന് ഇതിലേക്ക് ഒട്ടാനുള്ള കാരണം നമ്മൾ ഒരു നോൺ യൂണിഫോം ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ആ ഫീൽഡിൽ ബിറ്റ്സ് ഓഫ് പേപ്പർ ഡൈപോളായി മാറി. ആ ഡൈപോളിന് തിരിയാനും പറ്റും, നേരെ പോകാനും പറ്റും. അങ്ങനെ രണ്ട് മോഷനും കൂടെ ഒരുമിച്ച് വന്നതിൻ്റെ ഫലമായി ഇതിൽ പറ്റിപ്പിടിക്കുന്നു. അപ്പം ഇത്രയും ഫിസിക്സ് ഈ കുഞ്ഞു കാര്യത്തിൽ ഒളിച്ചിരിപ്പുണ്ട് അല്ലേ? എന്താണ് ആ കുഞ്ഞു കാര്യം? നോൺ യൂണിഫോം ഫീൽഡിൽ ഡൈപോൾ എന്ത് ചെയ്യും? നീളത്തിലും പോവും, വട്ടത്തിലും പോവും. കിട്ടിയോ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കോമ്പിട്ട് ഉരച്ച് ബിറ്റ്സ് ഓഫ് പേപ്പർ കാണിച്ചത് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഫിസിക്സ് അതിനകത്തുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. ഉണ്ട്. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. എന്തിൻ്റെ? ഡൈപോൾ ഇൻ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഇത്രയൊന്നും വരച്ചെഴുതാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇതിൽ 2 പോയിൻറ്റ്സ് മാത്രം മതി. അപ്പോൾ ഫോർ എ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ ഇത്രയും മതി. പക്ഷെ അതെന്താണെന്ന് NCERT ടെക്സ്റ്റിലോട്ട് നമ്മൾ ഒന്നൊന്ന് ഇറങ്ങി നോക്കിയാൽ ഇങ്ങനെ രസകരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കിട്ടിയോ? കുറച്ച് അല്പം ലെങ്തിയാണ് വീഡിയോ എന്ന് എനിക്കറിയാം. പക്ഷേ കുട്ടികൾ പറഞ്ഞു, മിസ്സേ വരച്ച് ആദ്യം തന്നെ ഇങ്ങനെ എഴുതി വെച്ച് പഠിപ്പിക്കേണ്ട,
കൂട്ടത്തിൽ എഴുതിപ്പോയി പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ എഴുതുന്ന സമയം ലാഭിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ സജഷനാണ് സമയം കൂടിക്കോട്ടെ, കുഴപ്പമില്ല, എക്സ്പ്ലെയിൻ ചെയ്തോ മിസ്സ്, കുഴപ്പമില്ല, ഒപ്പം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒപ്പം എഴുതിയത് കൊണ്ട് ചെറിയ ടോപ്പിക് 1.12 എന്നുള്ള ചെറിയൊരു ടോപ്പിക്കാണെങ്കിലും ഒരു അരമണിക്കൂർ വീഡിയോ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒന്ന് മാറി ശ്രമിച്ച് നോക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് ഇടുക. നിങ്ങൾക്കത് ഓക്കെ ആണോ എന്ന് തോന്നുന്നെങ്കിൽ യെസ് അല്ലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും അതിൽ രേഖപ്പെടുത്തുക. കാരണം നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ അത് മെച്ചപ്പെടുത്തി ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ കുട്ടികളത് പറയുമ്പോഴല്ലേ നമുക്കത് അറിയുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെയാണത് മനസ്സിലാവുന്നത്. അപ്പോൾ പലരും പറഞ്ഞു ഞാൻ എഴുതി വെച്ചിട്ട് പറയുന്നതിനേക്കാൾ മിസ്സ് പറയുമ്പോൾ എഴുതാനായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ട്രൈ ചെയ്തത്. ഓക്കെ, താങ്ക് യു.